കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കന്നിമൂല കാരണം മരണം വരെ ഉണ്ടാകാം. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നല്ലേ, നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. കന്നിമൂലയ്ക്ക് വീടിന്റെ കാർ പോർച്ച് വരിക, കിച്ചൺ വരിക, കിണർ വരിക, ബാത്റൂം വരിക, പട്ടിക്കൂട് വരിക, വിറക് പുര, വേസ്റ്റ് ഇടുന്ന ഷെഡ് വരാം, അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലമായിട്ട് വരാം, വേസ്റ്റ് ഇട്ട് കൂട്ട് കത്തിക്കുന്ന സ്ഥലമൊക്കെ ആവാം. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. കന്നിമൂല ഭാഗം, തെക്ക് ഭാഗം താന്നു കിടക്കുന്ന അവസ്ഥ, കന്നിമൂല ഭാഗത്തുള്ള മരങ്ങൾ വെട്ടിക്കളയുക, കുളം മൂടിക്കളയുക, വെച്ചാശ്രയ സ്ഥാനങ്ങളൊക്കെ അല്ലെങ്കിൽ വെച്ചാരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള എന്തെങ്കിലും കാവുകളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുക. അതൊക്കെ വളരെ ദോഷകരമായിട്ട് വരും. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയുമാണ് കിടക്കേണ്ടത്. അവരെല്ലാം വേറെ ആരെങ്കിലും കിടക്കുന്നത് ദോഷകരമായിട്ടാണ് പറയപ്പെടുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ, ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ കുത്തി നിറച്ച് വെക്കുന്ന അവസ്ഥ, ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. മാസ്റ്റർ ബെഡ്റൂം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, മാസ്റ്റർ ബെഡ്റൂം ചിലപ്പോൾ ചിലർ അറ്റാച്ച്ഡ് ബാത്റൂം കാണും. എന്നിട്ട് ചിലപ്പം കുറച്ചാളെ കിടന്നതിന് ശേഷം പിന്നെ അതങ്ങ് എന്താ ചെയ്യുക, പൂജാമുറി ആക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. പൂജാമുറി വെക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഈ ബാത്റൂം ഇതിന്റെ നേർക്ക് വരാതിരുന്ന് കഴിഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കന്നിമൂല ഭാവം വീടിന്റെ പുറത്തായാലും കന്നിമൂല സർപ്പങ്ങളുടെ സ്ഥലമായിട്ട്, സർപ്പങ്ങളുടെ ഏരിയ ആയിട്ടാണ് പറയപ്പെടുന്നത്. ഈ ഭാഗത്ത് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് ദൈവാധീനം നോക്കിയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ചിലർക്കാണെങ്കിൽ ചെല്ലുമ്പോഴേ നമുക്ക് കന്നിമൂല ഭാഗത്ത് മുട്ടതിരൊക്കെ കെട്ടിത്തിരിക്കേണ്ടതായിട്ട് വരും. ഒരു കന്നിമൂലയാണെങ്കിൽ ചേർക്ക് ബാത്റൂമിന്റെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ വന്നു വരാം. അതൊക്കെ വളരെ ദോഷമായിട്ടുള്ള അവസ്ഥയാണ്. അതൊക്കെ ചെറിയൊരു പരിഹാരം കെട്ടിത്തിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നില്ല, പൂർണ്ണമായ പരിഹാരം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കന്നിമൂലയിൽ നമ്മൾ അശ്രദ്ധമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ, കുടുംബത്തില് നമുക്ക് ഒരുപാട് പാകപ്പിഴകൾ ഉണ്ടാക്കിയെന്ന് വരാം. നമുക്ക് വരുന്ന ഒരുപാട് ഐശ്വര്യങ്ങളെ തട്ടിത്തെറിപ്പിച്ചു എന്ന് വരാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കന്നിമൂലയിൽ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും, കന്നിമൂലയ്ക്ക് പഴയ കാലത്ത് പറയും ഗണപതി ഭഗവാന് പ്രാധാന്യമുള്ളത് കന്നിമൂല ഗണപതി എന്ന് പറയും. ഗണപതിക്ക് പ്രാധാന്യം ഉണ്ടെന്ന് പറയും, സർപ്പങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെന്ന് പറയും. അപ്പം ഏത് ദേവസങ്കല്പം ആയിക്കോട്ടെ, അവിടെ ശുദ്ധമായിട്ട് മറ്റ് ഈ അലക്ഷ്യമായിട്ടൊന്നും വലിച്ചു വാരിയിടാതിരിക്കുക, പറഞ്ഞ വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുക. അതുപോലെ ആ ഭാഗത്ത് തുണിയൊക്കെ കൊണ്ട് അയ കെട്ടിയിട്ട് അല്ലെങ്കിൽ അശ കെട്ടിയിട്ട് ആ കന്നിമൂല ഭാഗത്ത് കൊണ്ട് തുണിയൊക്കെ ഉണക്കാനിടുക. ഈ അശുദ്ധമായിട്ടുള്ള സ്ത്രീകളൊക്കെ അവിടെ പോവുക. അല്ലെ ചില കന്നിമൂല ഭാഗത്ത് പോയി രാത്രി ചിലപ്പോൾ ചിലർക്ക് വെളിയിറങ്ങി മൂത്രം ഒഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. കന്നിമൂലയ്ക്ക് മൂത്രം ഒഴിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് അരിഷ്ടതകൾ അല്ലെങ്കിൽ ഒരുപാട് ആപത്തുകൾ നമുക്ക് ഉണ്ടായിന്ന് വരാം. നമുക്ക് ആപത്തിനെ വിളിച്ചു വരുത്താൻ എളുപ്പമാണ്, അകറ്റുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപത്തിനെ അകറ്റാനും ഭാഗ്യത്തിനെ വർദ്ധിപ്പിക്കാനും എന്ത് കാര്യം നമുക്ക് ദോഷമായിട്ടുള്ള എന്ത് കാര്യം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ അറിവുകൾ പകരുന്ന വീഡിയോകളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.